नमस्कार, मैं हूँ आप सबकी प्यारी मोनालिसा। Happy to introduce Monalisa. 144 വർഷത്തിൽ മാത്രം വരുന്ന ഇനിയുള്ള ഈ തലമുറയ്ക്ക് കാണാൻ പറ്റാത്തതുമായിട്ടുള്ള മഹാകുംഭമേളയിൽ വൈറൽ ഗേൾ മൊണാലിസ ഹായ്. നമ്മുടെ ഡയമണ്ട് കളക്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. സന്തോഷമുണ്ട്. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി. कुछ बोलो. सबसे पहले तो थैंक यू बच्चे सर को। बोचे सर नहीं है, सार छोड़ने के लिए मैं बोचे बुलाता है. मेरे को बोचे बुलाते हैं. बोचे मतलब बॉबी का बो, चेमनूर का छे, सो बोचे बोलते हैं. काली छे नहीं बोलना, बोचे साथ में बोलना. ओके, सबको मेरा नमस्कार. मैं हूँ आप सबकी प्यारी मोनालिसा. मैं महाकुंभ में माला रुद्राक्ष पहले बेचती थी. अभी कुछ फिल्मों का ऑफर मिला है, वहाँ मैंने साइन की है. अभी एक्टिंग करना सीख रही हूँ. फिल्म का नाम है डी डायरी ऑफ मणिपुर, जिसके डायरेक्टर है सनोज मिश्रा जी. वो अभी हमारे साथ ही है लेकिन बाहर है. मैं यहाँ केरला में आई, मुझे बहुत अच्छा लगा. पहली बार आई, फर्स्ट टाइम. मोनालिसा को बहुत डर था. बोला है फोन में, मैं फर्स्ट टाइम फ्लाइट में आ रहे, बहुत डर रहे. तो अभी ठीक है ना, डर सब कुछ ठीक हो गया, प्रैक्टिस हो गया ना. मोनालिसा ये फर्स्ट फंक्शन है ना आपका? फर्स्ट फंक्शन है केरला. तो हम केरला लोग भूल नहीं जाएगा. इट ഈസ് വെരി മച്ച് നോട്ടഡ്. ഇത് പിന്നെ സാം എൻ്റെ മരുമകനാണ്. ഇപ്പോൾ ബിസിനസ്സിലെ ആളും കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബിസിനസ്സിൻ്റെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. സാം പൈലറ്റാണ്. ഹലോ, ജസ്റ്റ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ്. ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തുകയാണ് ആദ്യമായിട്ട്. പുള്ളി പൈലറ്റാണ്. സിനിമയിൽ ഡയറക്ഷനും കുറച്ച് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിടിച്ച ബിസിനസ്സിലൊക്കെ ഇട്ടിട്ട് ബിസിനസ്സിലേക്ക് ആയി വരികയാണ്. പിന്നെ ഈ വേളയിൽ നന്ദി പറയാണ് നമ്മുടെ ഉപഭോക്താക്കളോടും ഇടപാടുകാരോടൊക്കെ നന്ദി പറയാണ്. ഞാൻ ജയിലിൽ പോയപ്പോൾ എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ശക്തമായിട്ട് കൂടെ നിന്നു. നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു. അപ്പം അതിന് വിപരീതമായി ബിസിനസ് കൂടി, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. മാത്രമല്ല നമ്മുടെ സ്റ്റാഫ് ഹെഡുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കാരണം ഞാൻ അവിടെ ആണെങ്കിലും നമ്മുടെ കമ്പനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സാമും സ്റ്റാഫ് ഹെഡുകളും എല്ലാവരും ഭംഗിയായിട്ട് കൊണ്ടുപോയി. എല്ലാവരും സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മൊണാലിസ കളക്ഷൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണതാണ് അവൾക്ക്. ഓ, ये वैलेंटाइंस डे में आपके लिए स्पेशल गिफ्ट, स्पेशली मेड गिफ्ट, स्पेशली मेड. थोड़ा उठाओ. ये बॉक्स में दिएगा तो आप लोग सब सोचेगा मैं ये धंधा कर रहे. ഇതൊന്ന് ഒന്ന് പറയാമോ? ഇത് ഇടുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, पहनेगा ना, मॉडलिंग करेगा, मार्केटिंग प्रमोशन सब कुछ करेगा ना, विद परमिशन ഒന്ന് ഇട്ടുകൊടുത്തേ. താങ്ക് യു. ഇതിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാണ്. 10,000 ഉള്ളിൽ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ, എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ കളക്ഷനാണ് മൊണാലിസ. ഒന്ന് താങ്ക് യു. സെന്റർ പിന്നെ ആദ്യം കാണിച്ചത്
10,000 രൂപയല്ല കേട്ടോ, അത് കുറച്ച് ലക്ഷങ്ങൾ വില വരുന്നതാണ്. അത് തെറ്റിദ്ധരിക്കരുത്. ഒന്ന് ഇട്ട് കൊടുത്തേ, ഒന്ന് ബാക്കിലൊന്ന്. उधर फेस कर. मीडिया को थोड़ा फेस कर. अभी मोनालिसा मेरे को इनवाइट कर रहे महाकुंभ मेले में और वापस जाने के लिए, है ना? മൊണാലിസ നമ്മളെ ക്ഷണിക്കുകയാണ് മഹാകുംഭമേളയിലേക്ക്. വീണ്ടും നമുക്ക് ഒരുമിച്ച് പോകണം എന്നൊക്കെയാണ് പറയുന്നത്. പ്ലീസ്. മറ്റേ रिकॉर्डिंग से നമ്മൾ നേരത്തെ ആ ഒരു കാറിൻ്റെ അവിടെ ഇപ്പോൾ കറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫാമിലിയെ ഒന്ന് വിളിച്ചിരിക്കുകയാണ്. ഒരു വരും സാമല്ലേ? സാം ഒന്ന് വരും. കുറച്ച് ഇങ്ങോട്ട് നിന്നോ. ഇതുവരെ വയറ് നോക്കണേ. അല്ല, അവരിങ്ങോട്ട് അടുത്തുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഇതുവരെ വന്നു. പ്രൈസ് കിട്ടിയ കുഞ്ഞാണ്. ആ ശരി. ഈ കുഞ്ഞിനാണ് പ്രൈസ് ആ കിട്ടിയത്. ശരി. ഇത് കാറാ? കിയ കാർ. ഏതിന്റെ? ഒറ്റപ്പാലം. അതാരും പറയുന്നില്ല. അതാ നമ്മുടെ കാറ് സ്വർണം വാങ്ങിയപ്പോ അല്ലേ, ഫ്രീ റാഫിൽ ഡ്രോ സ്വർണം വാങ്ങിയപ്പോ കാറ് ലഭിച്ചതാണ് ഒറ്റപ്പാലം ബ്രാഞ്ചില്. താങ്ക് യു പറയും. താങ്ക് യു. ഒരു ഫോട്ടോ അവിടെ अरे सीखा है मेरा स्टाइल, ये मर्डोना का है, ये मेरा स्टाइल. The world with everybody. എന്തെങ്കിലും ചോദിക്കാൻ? എനി ക്വസ്റ്റ്യൻസ്? ഡയമണ്ട് സെക്ഷൻ വെയിറ്റ് കളക്ഷൻ കൊടുത്തിട്ടുണ്ട്. 10,000 ഓൺവേർഡ്സ്. മറ്റേ ഡയമണ്ട് ഒക്കെ മിനിമം 25,000 വേണം. അപ്പോൾ അത്രയും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 50% ഡിസ്കൗണ്ട് ഉണ്ട്. Any other questions? पार्टनर हाँ पूछता है थोड़ा गान 2 लाइन्स. माइक प्लेस माइक. नहीं इसमें गाना हाँ 2-3 लाइन्स गाने, कुछ भी आपका लैंग्वेज. मेरा देश मेरा मुल्क मेरा ये वतन, शांति का उन्नति का प्यार का चमन, इसके वास्ते निसार है मेरा तन मेरा मन. ए वतन ए वतन ए वतन, जाने जा जाने मन. ओके. हाँ मोनालिसा एकदम बोल्ड, नो टेंशन, कुछ भी नहीं है. तो बिल्कुल बॉलीवुड मूवी में आ जाएगा. डांस भी किया. हाँ आप मूवी में चलने का हाँ अभी मीडिया एक साइन एक्साइटेड. किया मैंने, हाँ जिसके डायरेक्टर है सनोज मिश्रा जी, जो मुझे प्रयागराज में भी लेने आए थे. मैं प्रयागराज में नहीं मिली, बहुत लोगों की वजह से ज़्यादा भीड़, उनकी वजह से बहुत परेशान थी. इनकी वजह से हमारे घर आए थे और फिल्म के लिए साइन करवाया. फिल्म का नाम है डी डायरी ऑफ मणिपुर और उनके डायरेक्टर है सनोज मिश्रा जी. अभी मैं थोड़ी सी एक्टिंग सीख रही हूँ. ओके. सो एक्टिंग लेने के लिए हाँ 3 महीने 3 महीना 3 महीने तक. ഇത് ആദ്യം എങ്ങനെയായി?
ये कैसे आप वायरल हो गया, कैसे इसका स्टार्टिंग कैसे है, सबको मतलब मीडिया वाला drugs- सबको एक्साइटमेंट है, कैसे ऐसा हो गया ये कितना 14 करोड़ और इससे ऊपर आदमी लोग वन डे है ना, ये लॉटरी हो इतनी बड़ी बात कैसे हो गया। मैं सब 812 किलोमीटर रन करके 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 इतना साल से केरला का सेलिब्रिटी हो गया, आके एक दिन इंडिया का दुनिया का सेलिब्रिटी एक दिन में हो गया, ये कैसे हो गया। गंगा मैया की कृपा है, माँ नर्मदा की। मैं अब माला बेच रही थी, वहाँ किसी भैया ने फोटो वीडियो बना ली, चुपके से वो वायरल हो गई। उठी पोया हाँ, अभी ये आपका इसके बाद आप सेलिब्रिटी हो गए ना, इसके बाद आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया है क्या। मम्मी पापा बेचते। हाँ फादर मदर कचवड़ा मेटला കളിയില്ല അത് പാരന്റ്സ് ഇപ്പോൾ നടത്തുന്നത്। मैं तो बेचने के लिए जाती तो लोग परेशान करते हैं ना, इनकी वजह से नहीं जाती। ഇനിയിപ്പോ പോകുമ്പോ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും, മാലയമേലിക്കല്ല ഇപ്പൊ നോട്ടം। ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല। ഏ आपको कोई लवर है। नहीं, मम्मी ഓ पापा है। കേരള से कुछ प्लान है ऐसा, അല്ല കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും, എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും। नहीं, अच्छा तो बिजनेस करना बंद नहीं करना, बिजनेस चलना पड़ेगा, बड़ा दुकान करके हमको एकदम चेन ऑफ शॉप्स बिजनेस करेगी അല്ലേ, കച്ചവടം നിർത്തണ്ടല്ലോ അല്ലേ। अभी भी मेरी दुकान लगी हुई है महेश्वर माला द्राक्षी। हाँ। ये फर्स्ट टाइम जा रहे हो उधर कुंभ मेला में। फर्स्ट टाइम गई थी पहली बार। इसके पहले किधर था ये इसके सब पहले मैं- धंधा किधर कर रहे थे। राजस्थान, गुजरात सब जगह जाते थे माला द्राक्षी बेचने के लिए। हाँ हाँ अभी उधर सब किधर रास्ता में रोड पे। राजस्थान में जाते थे हम, जैसलमेर, बाड़मेर, चित्तौड़। गुजरात में जूनागढ़, भावनगर देखा ഇവര് है, ഇത്രയും भावनगर। വർഷങ്ങളായിട്ട് രാജസ്ഥാനിൽ അവിടെ ഇവിടെയൊക്കെ റോഡ് സൈഡിലൂടെയൊക്കെ പോയി കച്ചവടം ചെയ്തു. ഈ മാണിക്യക്കല്ല് കുംഭമേളയിൽ വെച്ചിട്ടാണ് മനസ്സിലായത്, ഇതിന്റെ തിളക്കം പിടികിട്ടിയത്. ആ തിളക്കം കണ്ടിട്ടാണ് ഞാൻ നേരെ കേരളത്തിലേക്ക് എത്തിച്ചത്. സാഹചര്യം ഞാൻ കുംഭമേളയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. കാരണം അവിടെ മഹർഷിമാര് ഇരുന്ന് പറക്കുക, പിന്നെ അങ്ങനെ പല കഴിവുകളും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ അവർക്കൊന്ന് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് വല്ല അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നൊക്കെ അറിയാനും പഠിക്കാൻ റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോകാനിരിക്കുകയായിരുന്നു. പോകാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വൈറലായിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നി പോണതിലും മുമ്പ് ഈ വൈറൽ ഡയമണ്ടിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് വെച്ചിട്ട്, കുറച്ച് കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി, പാവപ്പെട്ടതാണ്. അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇതിന് ശേഷം ഒരുപാട് പേര് വിളിക്കും. എന്തുകൊണ്ടും അർഹിക്കുന്നു എന്നെനിക്ക് തോന്നി. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നുള്ളതാണ്. വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും, ഒരു ജാടയില്ല. വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ള ഒരു അങ്ങനത്തെ ഒരു ജാടയില്ല. അപ്പോൾ അതൊക്കെ വളരെ അട്രാക്ട് ചെയ്തു. ഉടനെ ഞാൻ പറഞ്ഞു അറ്റ് എനി കോസ്റ്റ് ആളെ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. ഇനിയിപ്പോൾ ആള്, ഞാൻ ഈ കഥ പറഞ്ഞു, ഞാൻ കുംഭമേളയ്ക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ആൾ എന്നെ ക്ഷണിച്ചു, നമുക്ക് ഒരുമിച്ച് കുംഭമേള പോകാമെന്ന് പറഞ്ഞു. പക്ഷേ കുംഭമേളയ്ക്ക് പോയാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റും, പക്ഷെ ആൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമോ അറിയില്ല. കാരണം അന്ന് കണ്ട ക്രൗഡും അവസാനം പോലീസ് ഡ്രസ്സൊക്കെ ഇട്ട് മൂടി വണ്ടി കയറ്റി കൊണ്ട്, നിങ്ങൾക്ക് അറിയുന്ന സീനാണ്. അതുകൊണ്ട് ഞാൻ ഇനി കൂടെ പോയിട്ട് ആൾക്ക് വല്ലതും പറ്റി അടുത്ത കേസിന് ജാമ്യം എടുക്കാൻ ഞാൻ ഇനി അവിടെ പോണ്ടി വരും. അതുകൊണ്ട് പിന്നെ ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്.